ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എല്ലാവരും തിരക്കുകാരാ. ഇവിടെ തിരക്കൊന്നും ഇല്ലാതെ ഈ ചാട്ടിയിരിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ഓഫീസ് റൂമിൽ കയറിയിരിക്കുക എന്നാ ഇവര് പറയുന്നേ. ഒന്നും അല്ല, നമ്മൾ ഓടുന്ന ഓട്ടം നമ്മൾ ഓടുന്നോണ്ടാണല്ലോ അല്ലേ. അപ്പൊ അത് പോട്ടെ. ഇന്ന് ഞാൻ അതിനു മുന്നേ വേറൊരു കാര്യം പറയട്ടെ. ഇന്നലെ ഇപ്പൊ ഈ ഡിസ്കൗണ്ട് സെയിൽ സിംഗിൾ പീസാ ഉള്ളൂ, ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല എന്നൊക്കെ ഞാൻ എപ്പോഴും പറയാറില്ലേ. പക്ഷെ ഇന്നലത്തെ സാരീസ് കാണിച്ചിട്ട് ഒരു സാരി ഉണ്ട് 9 പേരും ഉണ്ട് എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി. ആരുടെയും കുറ്റമല്ല. ആ സാരീസ് കിട്ടാത്തതിന് ഒത്തിരി പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. അത്രമേൽ ആ സാരി ആഗ്രഹമാണെങ്കിൽ പറഞ്ഞോ, ഞാനത് വേറെ സ്റ്റോക്ക് എടുത്ത് തരാം. ഷോപ്പിൽ വെച്ചിരിക്കുന്ന സ്റ്റോക്കൊക്കെ ഉണ്ട്. മീൻസ് ഷോപ്പിലെ റിഡക്ഷൻ സൈഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓൺലൈൻ ഇത്രയും, ഷോപ്പിൽ ഇത്രയും എന്ന് പറഞ്ഞ് മാറ്റും. അങ്ങനെ മാറ്റുന്നത് കൂട്ടൊക്കെ എടുത്തു തരാം കേട്ടോ. അത്രമേൽ അത്യാവശ്യമാണെങ്കിൽ പണിയൊന്നും പോലെ. അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതും സിംഗിൾ പീസസേ ഉള്ളൂ. ബനാറസിയുടെ നീംസറി ബോർഡർ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾ ഈ സാരി നല്ല വ്യക്തമായിട്ട് കണ്ടോ. ഇത്രയും വിലയ്ക്ക് ഈ സാരി ഇനി കിട്ടലുണ്ടാവില്ല. കാരണം അത്രയും നല്ല സാരിയാണ് ഇത്. നമ്മൾ 3000 അതായത് 4000 അടുത്ത് റേറ്റിന് പോയ സാധനമാണ്. ഇപ്പം ഇതിൻ്റെ സിംഗിൾ പീസസിന് മാത്രം 3000 സംതിങ് ആണ്. അത്ര ഏതാണ്ടാന്ന് തോന്നുന്നു റേറ്റ്. ഇത് ഒരു സൈസ് ക്രീം അല്ലെങ്കിൽ ഒരു ചന്ദന കളർ അല്ലെങ്കിൽ സാൻഡൽ ഷെയ്ഡ് ബോർഡർ ബോഡി. അയത്തേല് ഭയങ്കര എടുത്ത് നിൽക്കുന്ന ഗോൾഡൻ ബൂട്ട അല്ല, ചെറിയ ഡിമ്മായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഒറ്റ നോട്ടത്തിൽ കാണുകയും ചെയ്യാം. എന്നിട്ട് ഈ ബോർഡറിന്റെ കളറിലാണ് വ്യത്യാസം വരുന്നത്. മുന്താണിക്കും ആ കളർ വരും, ബ്ലൗസിനും ആ കളർ വരും. നല്ല നീംസറി ബോർഡർ വരുന്ന സാരീസ് ആണേ. ഉണ്ടോ? ഇനി ഇതിന്റെ മുന്താണി കാണിച്ചു തരാം. നല്ല രസമല്ലേ മുന്താണി കാണാനായിട്ട്. ഇതിന്റെ പല റേറ്റിലുള്ള സാരി ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിന്റെ ഇത് സ്റ്റഫിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇതിന്റെ വലിയ ബൂട്ടാസ് ഉള്ള ബിലോ 1000-ന് ഈ മോഡൽ സാരി ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ സ്റ്റഫിലും കാര്യങ്ങളിലും ഒക്കെ വ്യത്യാസമുണ്ട്. ബനാറസി വീവിങ് വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വ്യത്യാസമുണ്ടെന്ന് അവർക്ക്. മാർക്കറ്റിൽ എല്ലാം ഇറങ്ങും, പക്ഷെ എല്ലാം ഒന്നല്ല. സാരിയുടെ ബ്ലൗസും കൂടെ ഒന്ന് കാണിച്ചു തരാവേ. ബ്ലൗസ് വന്നിട്ട് ദേണ്ടേ ഇത് കണ്ടോ, നല്ല ബ്രൊക്കേഡ് ബ്ലൗസ്. സോഫ്റ്റ് ആണ്, സോഫ്റ്റ് ബ്രൊക്കേഡി വന്നിരിക്കുന്ന, ലൈനിങ് ഇട്ട് തയ്ക്കാൻ പറ്റുന്ന നല്ല ബ്ലൗസും. എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല. സിംഗിൾ പീസേ ഉള്ളൂ. ഇത് എനിക്ക് ഷോപ്പിൽ പോലും സ്റ്റോക്ക് ഞാൻ വെച്ചിട്ടില്ല. കാരണം ഇത് ഷോപ്പിൽ ഇഷ്ടം പോലെ പോയ ഐറ്റമാണ്. ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിച്ച ഐറ്റമാണ്, നമ്മൾ കൊണ്ടുവന്ന ഐറ്റം. അതാണ് ബണ്ടിൽ ടു ബണ്ടിൽ എന്ന് പറഞ്ഞ പോലെ വന്നിട്ട് അതിന്റെ ബാലൻസ് വന്ന ഒരു 4-5 കളർ, 3-4 കളറുകൾ മാത്രമേ ഉള്ളൂ ബാലൻസ്. ഇതാണ് ആദ്യത്തെ കളറ്. ഇവിടെ ലാവണ്ടർ ഷെയ്ഡ് വരും, നല്ല ലാവണ്ടർ ഷെയ്ഡ്, നല്ല ഡാർക്ക് ലാവണ്ടർ അല്ലെങ്കിൽ ലൈലാക്ക് ഷെയ്ഡ് വരും. മുന്താണി കാണിച്ചല്ലോ, ബ്ലൗസും കാണിച്ചല്ലോ. ബ്ലൗസ് പ്ലെയിൻ കാണിച്ചില്ലേ? ബ്ലൗസ് കാണിച്ചോ? ബ്ലൗസിന്റെ അറ്റത്ത് കഴുയുടെ അറ്റത്ത് ബോർഡർ. ബ്ലൗസ് ബ്രൊക്കേഡായിരുന്നല്ലോ അല്ലേ. എല്ലാ സാരിയും കൂടെ കാണിച്ച് ഇപ്പൊ മറ്റേ എന്നെ വിഷു വന്നോ, പടക്കം പൊട്ടിയോ, മഴ പെയ്തോ എന്നൊക്കെ ചോദിച്ച പോലത്തെ അവസ്ഥയായി എനിക്കിപ്പോ. അതിന്റെ വേറൊരു കളറ്. ഇവിടെ വന്നിട്ട് റാണി പിങ്ക്. നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാത്ത മേടിക്കണ്ട. നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അല്ല ഈ കളറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇത് നിങ്ങൾ സ്റ്റോക്ക് ഔട്ട് ആയെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മറ്റൊരു കളർ ചൂസ് ചെയ്യും കേട്ടോ. റീസ്റ്റോക്ക് വരുമോ എന്ന് എല്ലാവരുടെയും ചോദ്യം. അങ്ങനെ വരില്ല, റിഡക്ഷൻ സെയിലല്ലേ. അടുത്തതല്ല കളറ് റാണി പിങ്ക്. മുന്താണി കാണിച്ചു തരാം. അടിപൊളിയായിട്ടുള്ള മുന്താണി കണ്ടോ. ഞാൻ രസം നോക്കും നിങ്ങൾ അതിന്റെ മുന്താണി കാണാനായിട്ട്. ഭയങ്കര ഭംഗിയാണ് കാണാന്. ഒത്തിരി രസമെന്ന് പറയുന്നത്. ഉടുക്കാനും നല്ല സോഫ്റ്റ് ആവും. ഭയങ്കര കനത്തിലോ കട്ടിയിലോ ഒന്നുമല്ല. ഇതുണ്ടോ, ഒട്ടും കനവും കാര്യങ്ങളും ഓവറായിട്ടില്ല, ആവശ്യത്തിനുണ്ട് താനും വേണ്ടിയിട്ട്. ഈ ബ്ലൗസ് കാണിക്കാവേ. ബ്ലൗസ് ബ്രൊക്കേഡ് ബ്ലൗസ് ആണ്. എല്ലാത്തിനും ഒരു ഇതാണ് ബ്ലൗസ്. ഉണ്ടോ, ഈ പാർട്ട് വരുന്നതാണ് ബ്ലൗസ്. ഈ സാരിക്ക് ഇപ്പം 2890 3890 സാരിയാണ്. ഇത് കണ്ട ഒരു 5890 വില മതിക്കും. ഞാൻ ശരിക്കും പറയുന്നതാണ്. നിങ്ങളത് ഉടുക്കുന്നതിനെയും കൊണ്ടു നടക്കുന്നതിനെയും ആശ്രയിച്ചിരിക്കും കേട്ടോ. ചുമ്മാ നല്ല സാരികളെ എടുത്ത് നമ്മൾ നമ്മുടേതായ രീതിക്ക് കാണിച്ച് ഇതാക്കരുത്. അതിന് ചേരുന്ന ആക്സസറീസ് ഇടണം. നമ്മുടെ ഹെയർ സ്റ്റൈലിങ് പോലും അതിനകത്ത് ഒരു ഘടകം തന്നെയാണ്. അടുത്ത കളർ ഒരു പേസ്റ്റൽ കളറ്, പേസ്റ്റൽ ലാവണ്ടർ അല്ലെങ്കിൽ ഒനിയന്റെ ഒരു ഷെയ്ഡ്.
2 കളറ് 3-4 കളറാണ് ഉള്ളത്. ഇതാ അടുത്തത് ഈ കളറ് ലാവണ്ടറിന്റെ മറ്റൊരു ഷെയ്ഡ്, അല്ലെങ്കിൽ ഒനിയന്റെ മറ്റൊരു ഷെയ്ഡ്, പേസ്റ്റൽ കളറ്. ഡാർക്ക് കളർ വേണമെങ്കിൽ റാണി പിങ്ക് വാങ്ങിക്കുക. ഇതാണ് ഇതിന്റെ മുന്താണി വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സാരീസ് ആണ് ഇഷ്ടമെങ്കിലോ അങ്ങനെയുള്ളവർക്കും പറ്റും. ഇച്ചിരി ഗ്രാൻഡ് ആയിട്ടുള്ള സാരീസ് ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെയുള്ളവർക്കും പറ്റും. എല്ലാം കൂടെ കൂടിക്കലർന്ന ഒരു സാരി എന്ന് പറയാം ഇതിനെ. ഇതാണ് ബ്ലൗസ്. മുന്താണിയല്ല, ബ്ലൗസ്. നല്ല അടിപൊളിയായിട്ടുള്ള ബ്രൊക്കേഡ് ബ്ലൗസ്. ബ്രൊക്കേഡ് ആണെങ്കിലും ഉണ്ടല്ലോ, ആ ബ്ലൗസിന്റെ ഡിസൈനിങ്ങിൽ ഭയങ്കര ഒരു ഭംഗി. ഓവറായിട്ട് ഇങ്ങനെ പടുപടാന്നിങ്ങനെ ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞ പടച്ചട്ട പോലെ നിൽക്കുന്ന ഒരു സാധനമല്ല. നല്ല പേസ്റ്റലയില് നല്ല ഒരു ചെറിയ തെളിഞ്ഞില്ല എന്ന് പറഞ്ഞ രീതിക്കുള്ള ഒരു സൈസ് ഡിസൈനിങ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതൊരു ഭംഗിയാണ്. ആ പേസ്റ്റൽ ചാർട്ടും പിന്നെ ഈ ക്രീം അല്ലെങ്കിൽ വൈറ്റ് ഇതിന്റെ കൂടെ കോൺട്രാസ്റ്റ് വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേക അഴകും. ഒലീവ് ഗ്രീൻ പക്ക ഒലീവ് ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ലെമൺ യെല്ലോ മിക്സ് ആവട്ടോ. പക്ക ഒലീവ് ഗ്രീൻ. ഇതിന്റെ ബൂട്ടാസും ബാക്കി സ്റ്റഫും എല്ലാം ഒരുപോലെയാണ്. ഇതിന് വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിന്റെ ബോർഡർ തമ്മിൽ ഒരേ ബോർഡറാണ്, മേളത്തെയും താഴത്തെയും ബോർഡർ. മുന്താണി നല്ല രസല്ലേ. കളറൊക്കെ ഏത് കളറൊന്നും ബോധേഡ് ആകണ്ട. കളർ ഏതാണ് നമ്മൾക്ക്, നമ്മൾ ഡാർക്ക് ആണോ ലൈറ്റ് ആണോ വൈറ്റ് ആണോ മീഡിയം ആണോ ഒന്നും നോക്കണ്ട. ഏത് കളറുകാർക്കും നല്ലതായിട്ട് ചേരും. അതാണ് ഈ ക്രീം ബോഡി വരുന്നതിന്റെ അല്ലെ ഒരു സവിശേഷത എന്താണെന്ന് പറയാം. ആർക്കും ചേരുന്ന കളറാണ് ക്രീം അല്ലെങ്കിൽ സാൻഡൽ ഷെയ്ഡ്. ഇനി നമ്മുടെ മോസ്റ്റ് ഡിമാൻഡഡ് റെഡ്. കണ്ടോ എന്നാ രസമാണ്. നിങ്ങൾ ആ ബനാറസി ബോർഡർ നോക്ക്. അത് ഇതിന്റെ അങ്ങനെ തന്നെയാ കേട്ടോ. 2 സൈഡിലത്തെയും ബോർഡർ ഒരേ വീതിയാ. ആദ്യം കാണിച്ച 2 ചെറിയ വ്യത്യാസമുണ്ട്. അതിന് മേളിലത്തെ ബോർഡറിന് ഒരു ശകലം വീതി കുറവുണ്ട്. ഹായ് 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 2980 രൂപയ്ക്ക് ഈ സാരി എന്തോരം നിങ്ങൾക്ക് നല്ലതായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുക. ബ്ലൗസ് വേണ്ട ഇത്. എനിക്ക് ഈ മെറൂണും എൻ്റെ ഫേവററ്റ് കോമ്പിനേഷനാണ് ഇത്. എത്ര കണ്ടാലും എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഇതിനോടുള്ള ഇഷ്ടം ഒരിക്കലും പോകത്തില്ല. ക്രീം വിത്ത് ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്. ഭയങ്കര ലുക്ക് നമുക്ക് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ. കാര്യം എപ്പോഴും കാണുന്നതാ, എന്നാൽ പോലും ഭയങ്കര ലുക്കാണ്. ഒന്നും കൂടെ നമ്മൾ ഉറപ്പായിട്ട് നോക്കും. ഇനി എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള ഇത് തരുമ്പോൾ എനിക്ക് എൻ്റെ ദൈവമേ, കഴിഞ്ഞ പ്രാവശ്യം ഇതിന് എന്തോരമാണോ ആൾക്കാർ ചോദിച്ചത്. പക്ഷെ സിംഗിൾ പീസസ് ആയിരുന്നത് കൊണ്ടാണ് പലർക്കും തരാൻ പറ്റാതെ പോയത്. മഡ് കട്ടസറിൽ ഈ ഒരു കട്ട് വർക്ക് വരുന്ന, അന്ന് കാണിച്ചത് സെൽഫായിരുന്നു കട്ട് വർക്ക് വന്നിരിക്കുന്നത്. ഇത് സെൽഫ് അല്ല, കോൺട്രാസ്റ്റ് എംബ്രോയിഡറി ഡിസൈൻസ്. ഇപ്പം ഒനിയൻ പിങ്കിന്റെ കളറാണ്. പിസ്ത ഗ്രീനും ലൈറ്റ് ഒനിയനും കൂടെ ചേർന്നിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. മഡ് കട്ടസറാണ് ഫാബ്രിക്. ബോഡിയെ ബുട്ടാസ് എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. കഴിഞ്ഞ ദിവസം കാണിച്ച അതേ സാരി തന്നെയാണ്, പക്ഷെ ബോർഡറിൽ മാത്രം ഡിസൈനിൽ വ്യത്യാസം. അന്ന് കാണിച്ചപ്പോൾ ഒറ്റ സാരിയുടെ കളർ തന്നെയായിരുന്നു, കട്ട് വർക്ക് മാത്രമേ ഉള്ളായിരുന്നു. ഈ എംബ്രോയിഡറി കളർ വേറെ, പൂക്കളുടെ കളർ വേറെ ഇല്ലായിരുന്നു. ഇതിനിപ്പോൾ പൂക്കളുടെ കോൺട്രാസ്റ്റാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സാരി. ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഓർക്കുക, ഇതൊക്കെ അന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ചിലതെല്ലാം ഇങ്ങനത്തെ ഓൺലൈനിൽ കാണിച്ചായിരുന്നു. കാരണം ഇതൊക്കെ കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് ഷോപ്പിലേക്കാണ്. ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഇങ്ങനത്തെ സാരീസിനൊക്കെ ഭയങ്കര വൻ ഡിമാൻഡാണ്. ഈ കട്ട് വർക്ക് സാരീസ്, ടസർ, അതിനൊക്കെ നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കലി ഷോപ്പിലുള്ള സാധനത്തിന് അത്രയും പ്രിഫറൻസ് കൊടുത്തു. പക്ഷെ ഇത് ഓൺലൈനിൽ കാണിച്ചാൽ അതിലും കൂടുതൽ ആൾക്കാർ ആവശ്യക്കാരാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. വിദേശത്തു നിന്നൊക്കെ ധാരാളം ആൾക്കാർ പർച്ചേസ് ചെയ്യാനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ബ്ലൗസ്. ബോഡിയെ ബൂട്ടാസ് ഉണ്ട്. നല്ല സാരി കേട്ടോ, ടസറിൻ്റെ സാരി. ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാം. ബ്ലൗസ് പ്ലെയിൻ ആണ്, സെയിം തന്നെയാണ്.
ഇവിടുത്തെ ഇത് കോൺട്രാസ്റ്റ് ആണ്. കഴിഞ്ഞ ദിവസത്തെയൊക്കെ വീഡിയോ കണ്ടവർക്കറിയാം ഇതും അതും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ, പക്ഷെ റേറ്റിൽ വ്യത്യാസമുണ്ട്. ഇത് റേറ്റ് പറഞ്ഞില്ല അല്ലേ? ഉണ്ടോ? 2200. കഴിഞ്ഞ ദിവസം 1990 ആയിരുന്നു. അപ്പം ഇത് കളറിലുള്ള എംബ്രോയിഡറി വരുമ്പോഴത്തെ റേറ്റ് വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഡിസ്കൗണ്ടഡ് റേറ്റ് 2290, 3290 അതിന്റെ ആക്ച്വൽ പ്രൈസ്. ഇതാ അടുത്ത കളർ. അന്നത്തെ കളർ ചാർട്ടൊക്കെ തന്നെയാണ് ഏകദേശം. ഇതിലുള്ള വ്യത്യാസമുള്ളൂ, ഈ ബോർഡറിലുള്ള വ്യത്യാസമുള്ളൂ. അടുത്തത് ലാവണ്ടറിന്റെ ഡാർക്ക് ഷെയ്ഡ്, ലൈലാക്കിന്റെ ഡാർക്ക് ഷെയ്ഡ്. ഇത് കണ്ടോ, കട്ട് വർക്കിന് വന്നിരിക്കുന്നതും അതുമായിട്ടുള്ള ഒരു സാമ്യതയുള്ളത്. നല്ല ഭംഗിയാണ്, നല്ല ക്ലാസ് സാരിയാണ്. കണ്ടോ ആ എംബ്രോയിഡറിയുടെ പൂക്കള. കട്ട് വർക്ക് സാരീസിന് തന്നെ എന്താ ഡിമാൻഡ് അല്ലേ? നല്ല റേറ്റാ കട്ട് വർക്ക് ചെയ്യാൻ. നിങ്ങളൊന്ന് എംബ്രോയിഡറി ചെയ്യുന്നിടത്തൊന്ന് കൊടുത്തു നോക്കിയേ. ഒരു സാരിയെ ഫുള്ള് കട്ട് വർക്ക് ചെയ്ത് കിട്ടണേ ഇപ്പം ഞാൻ ഈ പറഞ്ഞ സാരിയുടെ അത്രയും വില തന്നെയാവും. ഇത് ഒനിയന്റെ ലൈറ്റ് ഷെയ്ഡ് പിങ്ക്, ഒനിയൻ പിങ്കിന്റെ ലൈറ്റ് ഷെയ്ഡ്. പിസ്ത ഗ്രീനും പീച്ചും ഒക്കെയാണ് അതിൽ കൂടെ പോയിരിക്കുന്ന എംബ്രോയിഡറിയുടെ കളറുകൾ. പിസ്ത ഗ്രീൻ ഞാൻ പറഞ്ഞില്ല, അന്ന് കാണിച്ച ഏകദേശം കളർ ചാർട്ട് എല്ലാമാണ്. ഈ ബോഡിയിലത്തെ ബുട്ടാസിന് ഈ ഒരു ഇതിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇങ്ങനെ പോയിരിക്കുന്നു. പിസ്ത ഗ്രീൻ. ബ്ലൗസ് പ്ലെയിൻ ആണ്. ലൈറ്റ് ഒനിയൻ, അല്ല ലൈറ്റ് ഒനിയൻ അല്ല, പീച്ചിന്റെ ഒരു ഷെയ്ഡ്. ചിലർ ഇതിന് ഒനിയൻ എന്നും പറയും കേട്ടോ. എനിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നുമില്ല. പീച്ചാന്നാ എനിക്ക് തോന്നുന്നത് ഇച്ചിരി കൂടെ അല്ലേ. നെക്സ്റ്റ് ആണോ ലാവണ്ടർ. മുന്താണി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ മുന്താണി എന്നെ കാണിക്കാത്തതെന്നൊന്നും വിചാരിച്ചേക്കല്ലേ. മുന്താണി എല്ലാം ഒന്ന് തന്നെയാ. ഒരു ഇതില്ലേ, ഈ ഒരു കട്ട് വർക്ക് ഇങ്ങനെ രണ്ട് സൈഡിലും കൂടെ പോയിട്ടുള്ള അതാണ് മുന്താണി. ബോഡിക്ക് ഫുള്ള് ബുട്ടായി, ബോർഡറിനും കട്ട് വർക്ക്, രണ്ട് സൈഡിലെയും ബോർഡറിനും ഒരുപോലെ കട്ട് വർക്ക്. അതാണ്. ബ്ലൗസ് പ്ലെയിൻ. അത്രേ ഉള്ളൂ ഈ സാരി. അപ്പം ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാരിയാണ്. നിങ്ങൾക്ക് നല്ല നല്ല ഒന്നാന്തരം പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന സാരിയാണ്. നല്ല ബഡ്ജറ്റ് റേറ്റിലാണ് തന്നിരിക്കുന്നത്. ഒറ്റ കുഴപ്പമുള്ളൂ, സിംഗിൾ പീസസേ ഉള്ളൂ. അതിനാരും പിണങ്ങോ പരിതപിക്കുകയോ ചെയ്യരുത്. നമ്മൾ അത് ഫസ്റ്റ് ക്യാഷ് ഇടുന്നവർക്കാണ് അന്നേരം നമ്മൾ സോൾഡ് ഔട്ട് ആക്കും. പിന്നെ അത് സാധാരണ വീഡിയോയിൽ നിന്ന് സാരി വാങ്ങിക്കുന്നവരോർക്കും എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണല്ലോ, പിറ്റേ ദിവസം ക്യാഷ് ഇട്ടാൽ മതി എന്ന് പറയുമ്പോൾ അങ്ങനെ സമ്മതിക്കുന്നതാണല്ലോ എന്ന് ഓർക്കും. അപ്പൊ എന്നാന്നറിയോ, സ്റ്റോക്ക് ഉണ്ട്, ഇഷ്ടംപോലെ സ്റ്റോക്ക് ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ സമ്മതിക്കുന്നതിന് കുഴപ്പമില്ല. ഈ ഒരു പീസ് വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് നാളെ നിങ്ങൾ അതിന് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ നമുക്കത് നഷ്ടമാണ്. ഓൾറെഡി ഡിസ്കൗണ്ട് സെയിലിനും കൊടുത്തത് അത് നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഡിസ്കൗണ്ട് സെയിലിന് കൊടുക്കുന്നത്. എന്നിട്ടും പിന്നെ അത് ഇരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ടാട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.